നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മരം മരത്തിന് ശത്രു. ഈ കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ്. കാടെന്ന് കേട്ടപ്പോ പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. ദുഷ്ടമൃഗങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കാടാണിത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, ചുറ്റും പൂമണം പരത്തിക്കൊണ്ട് പരന്നൊഴുകുന്ന ഇളം കാറ്റ്, ഇഷ്ടം പോലെ കാട്ടുപുല്ലുകൾ, അവയ്ക്കിടയിലൂടെ തുള്ളി കളിക്കുന്ന മുയൽക്കുട്ടന്മാർ, പള്ളിപ്പടർപ്പുകളിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ. ഹായ്, ഇത്ര നല്ല കാട് അല്ലേ? പക്ഷേ എന്തു ചെയ്യാം, അവിടെയും അസൂയ തലപൊക്കാൻ തുടങ്ങി. ആഞ്ഞിലിമരത്തിന്റെ പൊക്കവും വണ്ണവും കുടപിടിച്ചതുപോലെയുള്ള ആ നിൽപ്പും കാണുമ്പോൾ വരിക്കപ്രാവിന് എന്തോ ഒരിഷ്ടക്കേട് തന്നെ. ഒതുങ്ങിയുറച്ച ശരീരവുമായി ആകാശത്തെ തൊടാൻ വേണ്ടി കൈകൾ നീട്ടി നിൽക്കുന്ന ഈട്ടിമരത്തിന്റെ തലയെടുപ്പും തൊണ്ടിടമൊന്നും ആഞ്ഞലിക്കും അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞു പോയപ്പോൾ അവരിൽ പലരും തമ്മിൽ തമ്മിൽ മിണ്ടാട്ടം പോലും ഇല്ലാത്തവരെ മാറി. അതെല്ലാം കണ്ടും കേട്ടും നിന്ന മാവുമുത്തച്ഛൻ ആഞ്ഞിലിയോട് പറഞ്ഞു, കുഞ്ഞേ, എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ കഴിവുകളും ഗുണങ്ങളും. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അസൂയപ്പെടുന്നത്? മുത്തച്ഛൻ എന്തായി പറയുന്നത്? എനിക്കാരോടും അസൂയൊന്നുമില്ല. പിന്നെ എന്തിനാ നീ ഇപ്പോഴും ഈട്ടിമരത്തെ കുറ്റം പറയുന്നത്? ചേടാ, ഇതപ്പൊ നന്നായി. അവനൊരു 10ാസുകാരനാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പൂപ്പനല്ലെങ്കിലും അവനോടാണല്ലോ ഇഷ്ടം മുഴുവൻ. ഇതൊന്നും കേട്ട് മാവുമുത്തച്ഛൻ പിന്മാറിയില്ല. പക്ഷേ എന്ത് ഫലം? അസൂയയും വെറുപ്പും കൂടിക്കൂടി വന്നതേയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു വഴിയാത്രക്കാരൻ ആ കാട്ടിലൂടെ നടന്നു വന്നു. നടന്നു തളർന്ന അയാൾ അവിടെയുള്ള ഒരു മരത്തണലിൽ ഇരുന്നു. അതുകണ്ട് ചന്ദനമരം ആഞ്ഞിലിമരത്തോട് പറഞ്ഞു, കഷ്ടം, അയാൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നമുക്ക് കാരണം എന്താണെന്ന് തിരക്കാം. അയ്യോ, വേണ്ട വേണ്ട, മനുഷ്യനുമായുള്ള ചങ്ങാത്തമൊന്നും നമുക്ക് വേണ്ട, ആഞ്ഞിലി പേടിയോടെ പറഞ്ഞു. അവസാനം വിരുന്നുകാരനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. ചന്ദനമരം അയാളോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ചന്ദനം മണക്കുന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ കയ്യിലിരുന്ന മഴ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ, ഇത് കണ്ടില്ലേ? ഇതിനൊരു പിടി കിട്ടാതെ ഞാൻ വിഷമിക്കുകയാണ്. ഓ, അതാണോ കാര്യം? ആ നിൽക്കുന്ന ഈട്ടിമരത്തിൽ നിന്ന് ഒരു കമ്പ് ഒടിച്ചെടുത്തോളൂ. സമ്മതം കിട്ടാത്ത താമസം. അയാൾ ഈട്ടിമരത്തിൽ വലിഞ്ഞിഴഞ്ഞ് കയറി ഒരു കമ്പ് ഒടിച്ചെടുത്തു. വെറും ഒരു ഇരുമ്പ് കഷ്ണം ലക്ഷണമൊത്ത കോടാലിയായി മാറിയപ്പോൾ ആ മനുഷ്യന് അത് എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിക്കണമെന്ന് തോന്നി. പിടിതന്ന മരത്തിന്റെ ചുവട്ടിൽ തന്നെയായിരുന്നു ആദ്യത്തെ പ്രയോഗം. പാവം ഈട്ടിമരം, അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പിന്നെ എല്ലാ ദിവസവും അയാൾ വന്നു. ഓരോ ദിവസവും ഓരോ മരത്തിന്റെ കടയ്ക്കൽ കോടാലി വെച്ചു. അപ്പോഴൊക്കെ ചന്ദനമരവും ആഞ്ഞിലിമരവും പറഞ്ഞു, അയാൾ നമ്മളെയൊന്നും ചെയ്യില്ല, നമ്മളല്ലേ അയാളെ സഹായിച്ചത്. പാവങ്ങൾ, മനുഷ്യരുടെ സ്വഭാവത്തെ പറ്റി അവർക്ക് എന്തറിയാം? അവസാനം കൈയും കാലും തകർന്ന് മണ്ണിൽ വീണ് കിടന്നപ്പോൾ അവർ വിചാരിച്ചു, അസൂയ മൂത്ത് ഈട്ടിമരത്തെ കാണിച്ചു കൊടുത്തത് വലിയ അപകടമായി. അതുകൊണ്ടല്ലേ നമുക്ക് ഗതി വന്നത്. കൂട്ടുകാരെ, അസൂയ മൂത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം. നന്ദി.